എൻ്റെ പേര് ഷിനി. ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മോൾക്ക് 1 വയസ്സുള്ളപ്പോൾ ഹാർട്ടിന് ഒരു സർജറി കഴിഞ്ഞു. അങ്ങനെ വർഷത്തിലൊരിക്കൽ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 6 വയസ്സുള്ളപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ആദ്യത്തെ പോലെ വീണ്ടും ഒരു സർജറി വേണമെന്ന്. അത് കേട്ടപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കുഞ്ഞിനെയും കണ്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള നിത്യാരാധന ചാപ്പലിൽ പോയി ദിവസം 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ സമയം ചെലവഴിച്ച് 6 മാസക്കാലം ഈശോയുടെ അടുത്തിരുന്ന് ഒരുങ്ങി 2023 ഡിസംബർ മാസത്തിൽ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും ചെക്കപ്പുകൾ നടത്തി. അങ്ങനെ അപ്പോഴും ഡോക്ടർ പറയുന്നു സർജറി വേണം. അങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയങ്ങളിൽ 6 മാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പുകൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും എത്രയും പെട്ടെന്ന് സർജറി വേണം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് 100-ൽ 99% കുഞ്ഞുങ്ങൾക്കും വീണ്ടും ഒരു സർജറി വേണ്ടി വരും. അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. എന്നാലും നമുക്ക് 6 മാസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തൈലം പൂശി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും നിത്യാരാധന ചാപ്പലിൽ പോയിരുന്നു. സമയം ചെലവഴിച്ചു പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനകൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ, ജപമാലകൾ, വിശ്വാസ പ്രമാണം ഉരുവിടാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞും. അതേപോലെ എൻ്റെ കുഞ്ഞ് ഒരു ജലദോഷമോ പനിയോ കാണുമ്പോൾ എന്നോട് പറയും മമ്മി ഉടമ്പടി കാശിരുവെന്താ കുരിശ് വരയ്ക്കുക അങ്ങനെ പറഞ്ഞ് അവളും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് കുഞ്ഞും അങ്ങനെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായി പ്രാർത്ഥനകൾ ശക്തി പ്രാപിച്ചു. അങ്ങനെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യും. പാവപ്പെട്ട രോഗികളുടെ വീട്ടിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാശിരും കൊടുത്ത് പ്രാർത്ഥിക്കുക. അമ്മ കൂടെയുണ്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കും. സ്നേഹഭവനിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ പത്രം വാങ്ങി ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ ശക്തി പ്രാപിച്ച് ഞങ്ങൾ 2023 ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി. അതേപോലെ പിന്നെ അച്ഛൻ്റെ കൈവെപ്പ് രണ്ടാമത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല വന്നത്. എന്നാലും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു. അച്ഛൻ എൻ്റെ കയ്യിൽ തൈലം പൂശിയിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ചങ്കത്ത് കുരിശ്